റമദാൻ മാസത്തിലെ നോമ്പും യുദ്ധവാർത്തകളും ഇത് തമ്മിൽ മാനസികമായിട്ട് ഒരുപാട് പിരിമുറക്കം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഗവൺമെൻറ് അവിടുത്തെ ഡോക്ടർമാരുടെ പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ ഇത്തരം മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളിൽ നിന്ന് മറികടക്കുന്നതിന് വേണ്ടിയിട്ട് അവിടുത്തെ ഡോക്ടർമാർ ചില നിർദ്ദേശങ്ങൾ വയ്ക്കുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും പറയുന്നത് ഇത്തരം വാർത്തകൾ നിരന്തരമായി കാണുന്ന വാർത്തകൾ കാണുന്നത് ഒഴിവാക്കുക. ഒരു നിശ്ചിത സമയം വയ്ക്കുക. നമുക്ക് ന്യൂസും കാര്യങ്ങളൊക്കെ കാണുന്നതിന് വേണ്ടിയിട്ടൊരു നിശ്ചിത സമയം വയ്ക്കുക. സുഹൃത്താഴത്തിന് ശേഷം അമിതമായിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുക. ചായ കാപ്പി പോലുള്ള പാനീയങ്ങൾ ഒഴിവാക്കിയിട്ട് ധാരാളം വെള്ളം കുടിക്കുക. വിഷമിച്ച് ഇരിക്കുന്നതിന് പകരം അർഹരായവരെ സഹായിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതൽ മനസ്സിന് ആശ്വാസമായി മാറും. നമുക്ക് ഇത്തരത്തിലുള്ള ദുഃഖവാർത്തകളൊക്കെ കണ്ടിട്ട് നമുക്ക് കൂടുതൽ വിഷമം വരികയും നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ സാരമായും ബാധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് കൂടുതൽ മാനസിക സമ്മർദ്ദത്തിലേക്കായിരിക്കും നമ്മളെ കൊണ്ടെത്തിക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വിഷമിച്ചിരുന്നതുകൊണ്ടൊന്നും ഒരു കാര്യം ഇവിടെ നടക്കില്ല. അതിന് പകരം നമ്മൾ അർഹരായവരെ സഹായിക്കുക. അർഹരായവരെ അംഗീകൃത ചാരിറ്റി സംഘടനകൾ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കെടുതികൾ അനുഭവിക്കുന്ന ജനങ്ങളെ സഹായിക്കാനുള്ള മാർഗങ്ങൾ എന്താണോ അംഗീകൃത ചാരിറ്റി സംഘടനകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭാവനകളോ സഹായങ്ങളോ നൽകി അവരെ സഹായിക്കുക എന്നുള്ളതാണ് ഇതിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. ഇത്തരത്തിലുള്ള മാർഗനിർദ്ദേശങ്ങൾ പാലിച്ച് മനസ്സിനെ ശാന്തമാക്കി വയ്ക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ യുദ്ധക്കെടുതികൾ അനുഭവിക്കുന്ന ജനങ്ങൾക്ക് അംഗീകൃത ചാരിറ്റി വഴി സഹായങ്ങൾ നൽകുക. ഒപ്പം തന്നെ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കട്ടെ, സമാധാനം പുലരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.